മിശിഹായുടെ ധന്യനാമത്തിൽ ഏവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും മംഗളങ്ങൾ നേരുന്നു. ദൈവം സ്നേഹമാകുന്നു. സ്നേഹമാകുന്ന ദൈവം തൻ്റെ പുത്രനെ മനുഷ്യനായി ഭൂമിയിലേക്ക് അയച്ചതിൻ്റെ അനുസ്മരണവും ആഘോഷവുമാണ് ക്രിസ്മസ്. തിന്മയെ മറികടന്ന് നന്മയെ ജയിക്കാൻ സ്വന്തം ജീവിതം ബലിയർപ്പിച്ച യേശുനാഥൻ്റെ ഓർമ്മയിൽ നാടെങ്ങും ആഘോഷ തിരക്കിലായി. സർവ്വജീവജാലങ്ങളെയും സൃഷ്ടിച്ച ദൈവം മനുഷ്യനെ മാത്രം തൻ്റെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിച്ചത്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ആഗ്രഹിച്ചത് സ്വയം സ്നേഹിക്കുന്ന, പരസ്പരം സ്നേഹിക്കുന്ന, പ്രകൃതിയെ സ്നേഹിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു സന്തോഷപൂർണമായ ജീവിതം കെട്ടിപ്പടുക്കുക എന്നുള്ളതായിരുന്നു. തൻ്റെ അന്ത്യത്താഴ സമയത്ത് അവിടുന്ന് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യരോട് ഇങ്ങനെ കൽപ്പിച്ചു: നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കും. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നുവേ എങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യരാണെന്ന് എല്ലാവരും അറിയും. പാപം ചെയ്ത ആദ്യ മാതാപിതാക്കളെ പർദീസായിൽ നിന്ന് പടിയിറക്കിയപ്പോഴും അവിടുന്ന് അവരോട് കരുണ കാണിച്ചു, അവരെ നശിപ്പിച്ചില്ല. ഭൂമിയിൽ മനുഷ്യൻ സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കുന്നതിന് അവിടുന്ന് തൻ്റെ 10 കൽപ്പനകളെ ഇങ്ങനെ സംഗ്രഹിച്ചു: ഇസ്രായേലേ, കേൾക്കുക. നിന്റെ ദൈവമായ കർത്താവാണ് ഏക കർത്താവ്. നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുക. നിന്നേക്കാൾ ഉപരിയായി നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. എല്ലാവരെയും സ്നേഹിക്കുവാനും എല്ലാവരോടും കരുണ കാട്ടുവാനും പഠിപ്പിച്ച ത്യാഗത്തിൻ്റെ ബലിയായ യേശുനാഥൻ്റെ ഓർമ്മയിൽ നമ്മൾക്ക് ഈ ക്രിസ്മസ് ദിനം ആഘോഷിക്കാം എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി.